കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ കഴിഞ്ഞ ദിവസം വിജയയാത്രയുടെ സമാപന യോഗത്തിൽ തിരുവനന്തപുരത്ത് വച്ച് സംസ്ഥാന മുഖ്യമന്ത്രിയോട് സുപ്രധാനമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ മുഖ്യമന്ത്രി അമിത് ഷാ വലിയ വർഗീയവാദിയാണെന്നും അദ്ദേഹത്തിനെതിരെ നേരത്തെ പല കേസുകളും ഉണ്ടായിരുന്നുവെന്നും ഒക്കെ പറഞ്ഞുള്ള മറുപടിയാണ് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു, ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ മറു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. അമിത് ഷാ വർഗീയവാദിയാണെന്നും വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയേർക്കപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള തേഞ്ഞ് തുരുമ്പിച്ച വാദങ്ങളാണ് പിണറായി വിജയൻ ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ശ്രീ അമിത് ഷാക്കെതിരെ രാജ്യവ്യാപകമായി നടത്തിയ കള്ളപ്രചരണം ഒരു ലജ്ജയുമില്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ആവർത്തിക്കും. തേഞ്ഞ് തുരുമ്പിച്ച ആരോപണമാണ് അമിത് ഷാക്കെതിരെ വ്യാജ ഏറ്റുമുട്ടൽ കേസ്. അമിത് ഷാക്കെതിരെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ആരോപണം ഉന്നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഒരു കൊലക്കേസിലെ യഥാർത്ഥ കൊലക്കേസിലെ പ്രതിയാണ്. തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയായിട്ടുള്ള പിണറായി വിജയനാണ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗൂഢാലോചനയിൽ അമിത്ഷാ പങ്കെടുത്തു എന്ന് പറയുന്നത്. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഗൂഢാലോചനയിൽ അമിത്ഷാ പങ്കെടുത്തു എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ കൊലപാതക കേസിലെ നേരിട്ടുള്ള പ്രതിയാണ്. വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിലെ നേരിട്ടുള്ള പ്രതിയാണ് ശ്രീ പിണറായി വിജയൻ. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. പക്ഷെ പിണറായി വിജയൻ അമിത്ഷാ വലിയ വർഗീയവാദിയാണെന്ന് പറയും. ഏതായാലും അമിത്ഷാ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അന്ന് പ്രതി ചേർക്കപ്പെട്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ആ കാലത്ത് CBI ഉന്നയിച്ച ഒരാരോപണവും കോടതിയിൽ തെളിഞ്ഞിട്ടില്ല. കോടതി വാദത്തിന് പോലും അത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. ട്രയൽ പോലും നടത്താതെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. പിന്നെ അമിത്ഷാ ഇവിടുത്തെ കേരളത്തിലെ CPM നേതാക്കൾ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് CBI കേസെടുത്തപ്പോൾ നെഞ്ച് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. CBI കേസെടുത്തപ്പോ നെഞ്ചുവേദന അനുഭവിച്ച് അമിത്ഷാ ആശുപത്രിയിൽ കിടന്നിട്ടില്ല. കേസെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഹൈക്കോടതിയിൽ കേസെടുത്തതിനെതിരായിട്ട് ആ കേസ് അദ്ദേഹം നിയമവഴി മാത്രമാണ് ഈ കാര്യത്തിൽ കോടതിയിൽ തെളിയിക്കുന്നത്. CBI കോടതിയിൽ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് റദ്ദ് ചെയ്യാൻ ഉള്ള നിയമാനുസൃതമായിട്ടുള്ള വഴിയാണ് തെളിയിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അഴിമതി കേസുകളിലും കേന്ദ്ര ഏജൻസികളെ ഭീഷണിപ്പെടുത്തുകയും അത് അട്ടിമറിക്കാൻ സ്വന്തം സർക്കാരിന്റെ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നാൽ അമിത്ഷാ നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രി കിടന്നിട്ടില്ല. നേരിട്ട് അമിത്ഷാ ചോദ്യം ചെയ്യലിന് CBIയുടെ മുമ്പിൽ ഹാജരാവുകയായിരുന്നു. ഇവിടുത്തെ പല മന്ത്രിമാരും അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരാവുന്നതിന് തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രിയിൽ പോയ അനുഭവമുണ്ട്. അമിത്ഷാ നേരിട്ട് അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ഹാജരായി. അദ്ദേഹത്തെ 4 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു. കോടതിയിൽ അദ്ദേഹത്തെ ഒരു തവണ പോലും കോടതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. ഏജൻസികൾ കസ്റ്റഡി പോലും ആവശ്യപ്പെട്ടിട്ടില്ല. 4 ദിവസം തടവിൽ വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ടും സ്വമേധയാ കേസ് അന്വേഷണത്തിന് മുമ്പിൽ പോയി ഹാജരായി തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ ചെയ്യും. കോടതി വ്യക്തമായിട്ടും പറയുന്നുണ്ടല്ലോ, ഈ അമിത്ഷായുടെ കേസിനെ സംബന്ധിച്ച് ഇപ്പോഴും തുരുമ്പെടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഒരു കാര്യം ആലോചിക്കണം. അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട്, ട്രയൽ പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി, I conclude that there is no sufficient ground to proceed against the applicant accused by framing charges against him. Further, I also find merit in the contention of the applicant accused that the applicant bar accused is apparently shown to be involved in this case by the CBI for some political reasons.
വളരെ വ്യക്തമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. CBI രാഷ്ട്രീയ പ്രേരിതമായി അദ്ദേഹത്തിനെതിരെ എടുത്ത കേസാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും, നിലനിൽക്കുന്ന ഒരു ആരോപണവും CBIക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. നിലനിൽക്കുന്ന ഒരു കേസും അതിനകത്തില്ല. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസ് എടുത്തത്. കോടതി വ്യക്തമായും CBI കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു. മാത്രമല്ല, ഫോൺ കോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആഭ്യന്തരമന്ത്രി വിളിച്ചു, ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈ കാലയളവിൽ മാത്രമല്ല, അതിന് 1.5 വർഷം മുമ്പ് തന്നെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ആ സംസ്ഥാനത്തെ തീവ്രവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹം സംസാരിച്ചതിന്റെ രേഖകളുണ്ട്. അല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. അമിത്ഷാക്കെതിരെ ഒരു ആരോപണവും, നിലനിൽക്കുന്ന ഒരു ആരോപണവും കോടതിയിൽ സ്ഥാപിക്കാൻ അന്നത്തെ CBIക്ക് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അമിത്ഷാ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമിത്ഷാ സംസാരിച്ചതിന്റെ വിവരങ്ങൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അമിത്ഷാ പ്രതികളുമായിട്ട് ഒത്തുകളിച്ചതിനെ സംബന്ധിച്ച് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ആളുകളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡായിരുന്നു. അമിത്ഷായെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീകരമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. അത് പൊളിഞ്ഞു പാളീസായതാണ്. കോൺഗ്രസ് പാർട്ടി തന്നെ ആ ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. വ്യാജ ഏറ്റുമുട്ടൽ കേസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ നേരത്തെ പറഞ്ഞ ആരോപണം തിരിച്ചടിയായി എന്ന് പറഞ്ഞിട്ട് അവരുപേക്ഷിച്ചതാണ്. കോൺഗ്രസ് ഉപേക്ഷിച്ച വിഴുപ്പ് വീണ്ടും എടുത്തിട്ട് അലക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത്. കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നെല്ലാം അവർ പോയി. കോടതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ടെത്തി ട്രയൽ പോലും നടത്താത്ത ഒരു കേസിനെ സംബന്ധിച്ചാണ് അമിത്ഷാ ഭയങ്കരമായിട്ടുള്ള കേസിൽ പ്രതിയാണ് എന്ന് പറയുന്നത്. പിണറായി വിജയൻ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ്. ആ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള മുഖ്യമന്ത്രിയാണ് അമിത്ഷായ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അമിത്ഷാ ഭയങ്കര വർഗീയവാദിയാണെന്നാണ്, ഇന്ത്യൻ വർഗീയതയുടെ ആൾരൂപമാണ് അമിത്ഷാ എന്നാണ് പറയുന്നത്. പറയുന്ന ആളുടെ പാർട്ടി മലപ്പുറത്തെ പൊന്നാനിയിൽ പോലും ഒരു ഹിന്ദുവിന്, പൊന്നാനി മണ്ഡലത്തിൽ പോലും ഒരു ഹിന്ദുവിന് മത്സരിക്കാൻ പറ്റില്ല. ഇന്നലെ നടന്ന പ്രകടനം എല്ലാവരും കണ്ടതാണ്. ഞാൻ പറയുന്നത്, മലപ്പുറത്ത് പൊന്നാനി മണ്ഡലത്തിൽ പോലും ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക്, CPMന്റെ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള പാർട്ടിയുടെ നേതാവാണ്. അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ പാടുള്ളൂ എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാർ ബഹളം വെക്കുകയാണ്. വർഗീയ ശക്തിയായിട്ട് CPM എന്ന് പറയുന്നത് SDP ആയി മാറിയിരിക്കുക. CPIM എന്ന് പറയുന്ന പാർട്ടി മലബാറിൽ SDP ആയി പരിണമിച്ചിരിക്കുകയാണ്, രൂപാന്തരം പ്രാപിച്ചിരിക്കുക. മലപ്പുറം ജില്ലയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക്, പൊന്നാനിയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയില്ല. കുറ്റ്യാടിയിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ കഴിയില്ല. അതാണ് ആവശ്യം. അത്ര വലിയ വർഗീയ നിലപാടുള്ള ആളുടെ പാർട്ടിയാണ്, പാർട്ടിയുടെ നേതാവാണ് പറയുന്നത്. അമിത്ഷാ മുസ്ലിം എന്ന് പറയുമ്പോൾ കുറച്ച് കനപ്പിച്ച് പറയുന്നു. എന്താണ് അമിത്ഷാ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം? എന്താണ് അമിത്ഷായ്ക്കെതിരായിട്ടുള്ള ആരോപണം? മകളെ കെട്ടിച്ചു കൊടുക്കണം? എന്താണ് പിണറായി വിജയൻ ഈ വർഗീയ ആരോപണത്തിലൂടെ ഉന്നയിക്കുന്നത്? എന്ത് സ്ഥാപിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ശ്രീ പിണറായി വിജയൻ. താങ്കളോട് ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമായി നിൽക്കല്ലേ? കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അമിത്ഷാ ചോദിച്ചിരിക്കുന്നത്. സ്വപ്ന സുരേഷ് താങ്കളുടെ ആളായിരുന്നു, അമിത്ഷായുടെ ആളായിരുന്നു. സ്വപ്ന സുരേഷിനെ താങ്കളുടെ ഓഫീസിൽ നിയമിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന താങ്കളാണോ, അല്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ? സ്വപ്ന സുരേഷിനെ താങ്കളുടെ ഓഫീസിൽ നിയമിച്ചതിനെ സംബന്ധിച്ച് താങ്കളൊരു അന്വേഷണം നടത്തിയല്ലോ. ആ അന്വേഷണം അട്ടിമറിച്ചത് താങ്കളാണോ അതല്ല അമിത്ഷായാണോ? സ്വപ്ന സുരേഷിനെ എങ്ങനെ സർക്കാരിന്റെ പദവിയിൽ, ഉന്നതമായിട്ടുള്ള പദവിയിൽ നിയമിച്ചു എന്നുള്ളതിനെ കുറിച്ച് മാലോകരോട് പറയാൻ താങ്കൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാത്തതിന്റെ കാരണം താങ്കളാണോ അതല്ല അമിത്ഷായാണോ? സ്വപ്ന സുരേഷ് വിദേശത്ത് സന്ദർശനം നടത്തി ഇന്ത്യയിലേക്ക് വരേണ്ട ധനസഹായത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയത് താങ്കളുടെ കൂടെയായിരുന്നു അതല്ല അമിത്ഷായുടെ കൂടെയായിരുന്നു? കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്ന് പറയുന്ന താങ്കൾ വിശദീകരിക്കേണ്ടതാണ്. അമിത്ഷായുടെ കൂടെയാണോ താങ്കളുടെ കൂടെയാണോ സ്വപ്ന സുരേഷ് വിദേശത്ത് ചർച്ച നടത്തിയത്?
വിമാനത്താവളം കേന്ദ്ര സർക്കാരിൻ്റെതല്ലേ എന്നുള്ള മറുചോദ്യമാണ് താങ്കൾ ചോദിക്കുന്നത്. വിമാനത്താവളത്തിന്റെ നിയന്ത്രണം എന്തുകൊണ്ടാണ് സാർ താങ്കളുടെ വകുപ്പ് EP ജയരാജന്റെ വകുപ്പ് എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുന്നത്? താങ്കളുടെ തന്നെ പ്രോട്ടോകോൾ ഓഫീസർ ഷൈൻ ഹക്ക് അമിത്ഷായുടെ പ്രോട്ടോകോൾ ഓഫീസറാണോ താങ്കളുടെ പ്രോട്ടോകോൾ ഓഫീസറാണോ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രോട്ടോകോൾ ഓഫീസറായിട്ട് താങ്കൾ വെച്ചിരിക്കുന്ന ആൾ അമിത്ഷായുടെ ആളാണോ പിണറായി വിജയന്റെ ആളാണോ? ആ പ്രോട്ടോകോൾ ഓഫീസറല്ലേ വ്യാജ സീൽ ഉണ്ടാക്കിയിട്ട് അവിടെ VVIP ട്രീറ്റ്മെന്റ് കള്ളക്കടത്തുകാർക്ക് ചെയ്തു കൊടുത്തത്? അമിത്ഷായാണോ പിണറായി വിജയനാണോ? താങ്കൾ ഉത്തരം പറയേണ്ട ചോദ്യമാണ്. അമിത്ഷായാണോ പ്രോട്ടോകോൾ ഓഫീസറെ വെച്ച് അവിടെ VVIP ഗ്രീൻ ചാനൽ വഴിയും മറ്റ് VVIP സംവിധാനങ്ങൾ വഴിയും കള്ളക്കടത്ത് നടത്തി വന്ന സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാർ കാർ ഉപയോഗിച്ചത് അമിത്ഷായുടെ കാറാണോ പിണറായി വിജയന്റെ കാറാണോ? ശിവശങ്കരൻ താങ്കളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ അതല്ല അമിത്ഷായുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണോ? ശിവശങ്കരൻ IAS കാരനാണ് എന്നുള്ളത് കൊണ്ട് ശിവശങ്കരൻ താങ്കളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അതല്ല അമിത്ഷായുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു? സർക്കാർ വാഹനം കള്ളക്കടത്തിന് ഉപയോഗിച്ച സർക്കാർ വാഹനം താങ്കളുടേതായിരുന്നു അതല്ല അമിത്ഷായുടേതായിരുന്നു? ഉത്തരം പറയണം സാർ. ഉത്തരം പറയാതെ അമിത്ഷായ്ക്ക് അതിന് ബള്ളു പറഞ്ഞിട്ട് കാര്യമില്ല. സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ആ കള്ളക്കടത്ത് സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വിറ്റ് ആ പണം ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയത് താങ്കളാണോ അമിത്ഷായാണോ? സർ, നിയമസഭയുടെ ചിത്രം ആലേഖനം ചെയ്ത ബാഗിലാണോ അതല്ല പാർലമെന്റിന്റെ ലോക്സഭയുടെ ചിത്രം ആലേഖനം ചെയ്ത ബാഗിലാണോ ഡോളർ കടത്തിയത്? താങ്കൾ ഉത്തരം പറയണം. ഡോളർ കടത്താൻ ഉപയോഗിച്ച ബാഗ് നിയമസഭയുടെ ചിത്രം ആലേഖനം ചെയ്തതാണ്, ഔദ്യോഗിക ചിത്രം ആലേഖനം ചെയ്തതാണ്, അല്ലാതെ ലോക്സഭയുടേതല്ല. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതല്ല, കേരള സർക്കാരിൻ്റെതാണ്. UAE കോൺസുലേറ്റിൽ താങ്കളുടെ സിൽബന്ദികളെ നിശ്ചയിച്ച അമിത്ഷായുടെ ആൾക്കാരെയല്ല താങ്കളുടെ ആൾക്കാരെയാണ് നിശ്ചയിച്ചത്, പിണറായി വിജയന്റെ ആൾക്കാരെയാണ് നിശ്ചയിച്ചത്. ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നത് അമിത്ഷായല്ല താങ്കളാണ്. താങ്കളുടെ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് സ്വപ്ന പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ സന്തത സഹചാരിയായിരുന്ന അടുത്ത സുഹൃത്ത് സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നു 164 മൊഴിയാണ്. അതിലവർ പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയെ അറിയാം, മുഖ്യമന്ത്രി സഹായിച്ചിട്ടുണ്ട്, പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. 3 മന്ത്രിമാർ സഹായിച്ചിട്ടുണ്ട്, കേന്ദ്രമന്ത്രിമാരല്ല, സംസ്ഥാനത്തെ 3 മന്ത്രിമാരാണ്. സർ, ശ്രീരാമകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ അല്ല, നിയമസഭയുടെ സ്പീക്കറാണ്. താങ്കൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കരുത്. ശ്രീരാമകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ അല്ല, അത് ഓം ബിർളയാണ്. ഓം ബിർള കള്ളക്കടത്തിൽ പങ്കെടുത്തിട്ടില്ല. കേന്ദ്രത്തിനെ താങ്കൾ കുറ്റം പറയുമ്പോൾ താങ്കളുടെ നിയമസഭാ സ്പീക്കറാണ്, താങ്കളുടെ മന്ത്രിമാരാണ്, താങ്കളുടെ സർക്കാരിന്റെ ഔദ്യോഗിക വാഹനമാണ് ഉപയോഗിച്ചത്. പ്രോട്ടോകോൾ ഓഫീസർ താങ്കളുടെ ഓഫീസറാണ്, കേന്ദ്ര സർക്കാരിന്റെ ഓഫീസർ അല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറി അമിത്ഷായുടേതല്ല, താങ്കളുടേതാണ്. ഒരു ചോദ്യത്തിനും മറുപടിയില്ല. മറുപടി പറയാതെ അമിത്ഷാ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയാണ്. വ്യാജ ഏറ്റുമുട്ടൽ കേസിനെ സംബന്ധിച്ച് തുരുമ്പ് പിടിച്ച് തേഞ്ഞ ആരോപണം ഉന്നയിക്കാതെ ഇതിന് മറുപടി പറ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. വൈകുന്നേരം 1 മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. വസ്തുതകളായിട്ട് കാണണം. താങ്കളാണല്ലോ സ്വപ്നയെ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ അറിഞ്ഞു എന്നായി? സ്വപ്നയെ അറിയില്ല എന്ന് താങ്കൾ പറഞ്ഞു, പിന്നെ അറിയുമെന്നായി. വിദേശത്ത് പോയതിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു, പിന്നെ അറിയുമെന്നായി. പ്രോട്ടോകോൾ ഓഫീസ് തീ പിടിച്ചു, ആദ്യം പറഞ്ഞു അവിടെ പിന്നെ ഇടിവെട്ടിയതാണെന്ന് പറഞ്ഞു, ഫാൻ ഉരുക്കിയതാണെന്ന് പറഞ്ഞു. താങ്കളുടെ സർക്കാർ നിയമിച്ച ഫോറൻസിക് പരിശോധനയിലാണ് തെളിഞ്ഞിരിക്കുന്നത് തീപിടിച്ചതല്ല, ഫാൻ ഒരുക്കിയതല്ല, തീ കത്തിച്ചതാണെന്ന്. സർ, മറുപടി പറയണേ ഇതിനെല്ലാം. ജനങ്ങളെ കബളിപ്പിക്കരുത്. സ്വർണ്ണക്കള്ളക്കടത്തിന് സൂത്രധാരത്വം വഹിച്ചത് താങ്കൾ തന്നെയാണ്. ഈ കേസിലെ സൂത്രധാരൻ താങ്കളാണ്, താങ്കളുടെ അടുത്ത ആളുകളാണ്, താങ്കളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, താങ്കളുടെ മന്ത്രിമാരാണ്, താങ്കളുടെ സ്പീക്കറാണ്, താങ്കളുടെ സർക്കാർ സംവിധാനങ്ങളാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് നേതൃത്വം നൽകിയത്. അത് അമിത്ഷാ പറയുമ്പോൾ ദണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല. മറുപടി വ്യക്തമായിട്ടും ജനങ്ങൾക്ക് കിട്ടണം.
വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് തടി തപ്പാൻ ശ്രമിക്കരുത്. വർഗീയവാദിയാണെന്ന് പറയുമ്പോൾ താങ്കളുടെ പാർട്ടിയിൽ നടക്കുന്ന വർഗീയത അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പൊന്നാനിയിലും വടകരയിലും ഹിന്ദു സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാൻ പറ്റാത്ത വിധം താങ്കളുടെ പാർട്ടി ഭീകരമായിട്ട് വർഗീയ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. SDPI ഏതാണ്, DYFI ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരിക്കുന്നു കേരളത്തിൽ. SDPIയും DYFIയും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരിക്കുന്നു കേരളത്തിൽ. അതിനാണ് ഉത്തരം പറയേണ്ടത്. അമിത്ഷാ കൊലപാതകം നടന്നു, അത് ഏതാണ് എന്ന കാര്യത്തിലുള്ള അല്ല, പിണറായി വിജയനെ ചോദ്യം ചെയ്ത പല ആളുകൾ ഇവിടെ ദുരൂഹമായിട്ട് മരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാലോ ദുരൂഹം. പിണറായി വിജയനെ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത പല ആളുകളും തിരുവനന്തപുരത്ത് കേരളത്തിൽ ദുരൂഹമായിട്ട് മരിച്ചിട്ടില്ലേ? ഇത്ര സംശയം തയ്ക്കാറില്ല. അമിത്ഷാ ഉദ്ദേശിച്ചത് ബാലഭാസ്കറിന്റെ മരണമാണെന്ന് മാധ്യമ റിപ്പോർട്ട് ചെയ്യുന്നത്, അതിലൊരു സത്യമുണ്ട്. ഞാൻ പറയുന്നത് അമിത്ഷാ ഒരു ദുരൂഹ മരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ ദുരൂഹ മരണത്തെ കുറിച്ച് എല്ലാവരെക്കാളും കൂടുതൽ അറിയുന്നത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകർക്കാണ്. എന്തായി അന്വേഷണം? ഇവിടുത്തെ ദുരൂഹ മരണങ്ങളുടെ കാര്യമൊക്കെ വാഹനടിച്ച് മരിച്ചതൊക്കെ എന്തായി? പല മരണങ്ങളും നടന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയട്ടെ ഏതൊക്കെയാണ് അന്വേഷിക്കുക. ഏതെങ്കിലും ഒരു അന്വേഷണം കേരള പോലീസ് നടത്തിയത് ഇതുവരെ തെളിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ എല്ലാം വകവരുത്തുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ സമീപനം. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു മരണം അതെന്തായെന്നുള്ളതായിരുന്നു അമിത്ഷായുടെ ചോദ്യം. താങ്കൾ കേരളത്തിൽ മരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കൊടുവള്ളിയൊരു സംഭവം പറയുന്നുണ്ട്. അതല്ലാതെ അതാണോ? കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷാ അദ്ദേഹത്തിന് ഒരു വിവരവും ലഭിക്കാതെ ഈ മരണങ്ങളെ കുറിച്ച് പറയുകയില്ല. കേരളത്തിൽ പല ദുരൂഹ മരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അറിയാതെ പറയില്ലല്ലോ. നമുക്ക് കാണാമല്ലോ, കാത്തിരുന്ന് കാണാമല്ലോ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴും അതാണ് പറയുന്നത്, ഏതാണ് മരണം എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ചോദ്യം മാത്രമല്ലല്ലോ അമിത്ഷാ ചോദിച്ചിരിക്കും. 9 ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ഈ 9 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വസ്തുതാപരമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നേരത്തെ ഇപ്പൊ ആ ചോദ്യങ്ങളെല്ലാം ആവർത്തിച്ചു. ഒരു ചോദ്യത്തിന് ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തിയുണ്ട്. അദ്ദേഹം ഒരു ചോദ്യത്തിനും മറുപടി അദ്ദേഹം അതിന് പറയുന്നത് കേന്ദ്രത്തിലെ ഒരു മന്ത്രി സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുന്നതല്ലോ എന്നാണ്. ഏത് മന്ത്രി? കേന്ദ്രത്തിലെ ഏത് മന്ത്രിയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുന്നത്? അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 3 അംഗങ്ങളെ കുറിച്ചും സ്പീക്കറെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചുമാണ് 164 മൊഴി വന്നിരിക്കുന്നത്. അദ്ദേഹം അതിന് മറുപടി പറയാതെ അങ്ങോട്ട് ചൂണ്ടുകയാണ്. ഈ ഇരട്ടത്താപ്പ് സാർ നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. സത്യം ജനങ്ങളോട് താങ്കൾ തുറന്ന് പറയണം. ആരാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം? അവരെ എങ്ങനെ ഇവിടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെട്ടു? UAE കോൺസുലേറ്റിൽ ആളുകളെ വെക്കാനുള്ള അധികാരം താങ്കൾക്ക് ആരാ തന്നത്? UAE കോൺസുലേറ്റിൽ സന്ദർശനം നടത്താൻ താങ്കളുടെ മന്ത്രിമാർക്കാരാണ് അവകാശം തന്നത്? നമ്മുടെ രാജ്യത്തെ നയതന്ത്ര സംവിധാനങ്ങൾ അത് അനുവദിക്കുന്നുണ്ടോ? UAE കോൺസുലേറ്റ് സ്വന്തം പാർട്ടിയുടെ ഓഫീസ് പോലെ പാർട്ടി സെക്രട്ടറിമാരും മന്ത്രിമാരും നിറങ്ങിയില്ലേ? മന്ത്രിമാർക്ക് എന്ത് അവകാശമുള്ളത് UAE കോൺസുലേറ്റിൽ പോകാൻ? കേരളത്തിലെ ഏത് മന്ത്രിക്കാണ് UAE കോൺസുലേറ്റിൽ പോകാൻ അധികാരമുള്ളത്? കോൺസുൽ ജനറലുമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ നടത്താനുള്ള അധികാരം സ്റ്റേറ്റ് മന്ത്രിമാർക്ക് ആരും കൊടുത്തു? അതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ പോകുന്നു, തോമസ് ഐസക് അവിടെ പോകുന്നു, EP ജയരാജൻ അവിടെ പോകുന്നു. ആര് പറഞ്ഞിട്ട് പോയി? എന്തിനാണ് UAE കോൺസുലേറ്റ് സന്ദർശനം നടത്താൻ? ഇതിനൊന്നും ശ്രീ പിണറായി വിജയൻ മറുപടി പറയുന്നില്ല. എന്തിനാണ് അദ്ദേഹം ജനത്തിന് സ്വാഭാവികമായിട്ടും സംശയമുണ്ട്. അദ്ദേഹത്തിന് തെളിവുകൾ ഉണ്ടെങ്കിലാണ് അദ്ദേഹം അങ്ങനെ പറയുക. എന്തുകൊണ്ടത് വെളിപ്പെടുത്തില്ലെന്നല്ല മുഖ്യമന്ത്രി ചോദിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ജനത്തിന്റെ സംശയം. ഞാൻ ചോദിച്ചത് മുഖ്യമന്ത്രി ആ ഒരു ചോദ്യത്തിൽ മാത്രം തൂങ്ങുന്നതല്ല. അല്ല, അത് പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും കുറെ നാളുകളായിട്ട് ആ ചോദ്യങ്ങളാണ്. ഇല്ല, അതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി ആരും മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ അമിത്ഷായ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. കുറെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ 9 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ശ്രീ പിണറായി വിജയൻ മറുപടി പറഞ്ഞിട്ടുണ്ട്? സ്വപ്നയെ അറിയില്ല. സ്വപ്നയെ ആര് നിയമിച്ചു? നിയമിച്ചവർക്കെതിരെ നടപടിയെടുത്തു.
സ്വപ്ന വിദേശത്ത് സർക്കാരിന്റെ കൂടെ പോയിട്ടുണ്ടോ? അല്ല, എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത്? പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിച്ചത്, കോൺഗ്രസ് ഒരു ആരോപണം ഉന്നയിച്ചത്, ഇങ്ങനെ ഒരു ദുരൂഹ മരണം നടന്നു എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അറിയാമായിരുന്നില്ല, എന്തുകൊണ്ട് അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടില്ല? അങ്ങനെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? അന്വേഷണം നടക്കുന്നില്ലെന്ന് ആരും ദുരൂഹ മരണങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നതുകൊണ്ടാണല്ലോ ആഭ്യന്തരമന്ത്രി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്തത്. പിന്നെ കോൺഗ്രസിന്റെ ആരോപണം എന്ന് പറയുന്നത് അവർ കളത്തിലില്ല, അതിന്റെ വേവലാതി. കോൺഗ്രസ് കളത്തിലില്ല. അതുപോലെ ഒരു സ്ഥാനം കിട്ടുമ്പോഴേ ആളെ പിടിച്ച് കളത്തിടുന്നതല്ല. കേരള പോലീസ് നമ്മളെ കളത്തിട്ടത് എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടാ? അതേപോലെ കേന്ദ്ര ഏജൻസികൾക്ക് ചെയ്യാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസികൾ എപ്പോഴും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപണം വിശദമായി പരിശോധിച്ച് ഒരു മൊഴി കിട്ടിക്കഴിഞ്ഞാൽ ആ വിശദമായിട്ട് പരിശോധിച്ചിട്ടാണ് കേന്ദ്ര ഏജൻസികൾ നടപടിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ധൃതി പിടിച്ച് നാളെ രാവിലെ പിന്നെ മന്ത്രിമാരെ അവതരണം പറയുന്നത് അതൊന്നും ന്യായമാണ്. അതിന് മുമ്പ് രമേശ് ചെന്നിത്തല പറഞ്ഞത് കേരളത്തിൽ നിന്ന് അമിത്ഷാ നടത്തുന്നത് പിണറായിയുടെ മറുപടിയെല്ലാം നാടകങ്ങളാണ്, വാസ്തവമാണ് വീണ്ടും കോൺഗ്രസ് പറയുന്നത്. പിണറായിയുടെ മറുപടി ഇല്ലല്ലോ. രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് അത് ചോദിച്ചത്? പിണറായി എന്ത് മറുപടി പറഞ്ഞു? പിണറായി ആകാശവാണി പോലെയാണ്. പിണറായി വിജയനോട് ആർക്കും ചോദ്യം ചോദിക്കാൻ കഴിയില്ല. ആകാശവാണി പോലെ അങ്ങോട്ട് മാത്രം പറയുകയാണ്. പിണറായി വിജയന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് ആണ്. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേട്ടുകൊള്ളണം. ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയില്ല. ചോദ്യങ്ങൾക്ക് മറുപടി പറയണം അദ്ദേഹം. അതിന്റെ കൂട്ടത്തിൽ ആരാണോ ഉന്നയിച്ചോ? ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സാധിക്കില്ല. അങ്ങനെ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ആ വൺ വേ ട്രാഫിക് ഇല്ല. എല്ലാം ഞാൻ പറയാം. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടണം. അത് പിണറായി വിജയൻ ഒരിക്കൽ പോലും ഈ വിഷയത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല. സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം BJP നേതൃത്വത്തിന് പറയാൻ കഴിയാത്തതുകൊണ്ട് പിണറായി വിജയൻ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണല്ലോ ദുരൂഹ മരണം സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു വിവരം കിട്ടാതെ അദ്ദേഹം അത് തെളിഞ്ഞു വരുന്നത് അന്വേഷിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അങ്ങേക്കുണ്ടോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ? ഞാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസിയോ ആഭ്യന്തര മന്ത്രിയോ അല്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ നിങ്ങൾക്കെല്ലാം ഉള്ളതുപോലുള്ള വിവരങ്ങൾ പോലും കണ്ടെത്താൻ മാർഗമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് ദുരൂഹ മരണം ഉണ്ടായിട്ടുണ്ട്. നിരവധി ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണെന്ന് പിണറായിക്കും അറിയാലോ. പ്രസിഡന്റ് അതിനൊക്കെ ഈ തിരുവനന്തപുരത്ത് വാഹനാപകടത്തെ കുറിച്ചുള്ള അതിന് ബന്ധമുണ്ടെന്നാണോ? അങ്ങനെ പിണറായി വിജയനെ വിമർശിച്ച് പല ആളുകളിലൂടെ മരിച്ചിട്ടുണ്ട്. വളരെ കരുതിയിട്ട് നിന്നുള്ളൂ. അല്ല, ഇപ്പൊ പാലാ ട്രസ്സാക്കി വാഹനാപകടത്തിൽ മരിച്ചത്. അപ്പൊ അത് ഇതുമായി കേരള പോലീസ് ഇതിലൊക്കെ നിരവധി ഞാൻ ചോദിക്കുന്നത് SP പ്രദീപിന്റെ മരണം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തനല്ലേ? പ്രദീപിന്റെ മരണത്തിന്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ്? നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊലപാതകമാണത്. അങ്ങനെ പല ദുരൂഹ മരണങ്ങളുണ്ട്. അതിനു മുമ്പ് വേറൊരു മാധ്യമ പ്രവർത്തകന്റെ KM ബഷീറിന്റെ മരണവും ഉണ്ട്. അതെ, എന്തായി പിണറായി അല്ലേ പറഞ്ഞത് എല്ലാം അന്വേഷിക്കുന്നു. നിങ്ങൾ പക്ഷെ ആ പിണറായി വിജയനെതിരെ ഒരക്ഷരം പത്രപ്രവർത്തക യൂണിയൻ മിണ്ടിയില്ല. അതിന് BJP ഞാൻ അതന്നെ ചോദിക്കുന്ന ഏതെങ്കിലും ബഷീറിന് നമ്മൾ അത്രയും ഇതായിട്ടാണ് പറഞ്ഞത്. KM ബഷീറിന്റെ കാര്യത്തിലായാലും പ്രദീപിന്റെ കാര്യത്തിലായാലും എന്ത് നടന്നു എന്നുള്ള കാര്യം നമ്മൾ അറിയണ്ടേ? പിണറായി വിജയൻ അതിന് ഉത്തരം പറയണ്ടേ? എന്താ സംഭവിച്ചത്? ഒരു അന്വേഷണം കേരളത്തിൽ ഇദ്ദേഹം തന്നെ എത്ര അന്വേഷണ കമ്മീഷനുകളെ വെച്ചു? ശിവശങ്കരന്റെ നിയമനത്തിന് പിന്നിൽ അന്വേഷണ കമ്മീഷൻ വെച്ചു. സ്വപ്നയുടെ വേറെ വെച്ചു. എവിടെ? തീപിടുത്തത്തെ പറ്റി വേറെ വെച്ചു. എവിടെ റിപ്പോർട്ട്? നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം, CK ജാനു പാർട്ടിയിലേക്ക് തിരിച്ചു വന്നത് അവിടുത്തെ വയനാട് ജില്ലാ അധ്യക്ഷനെതിരെ സംസാരിച്ചിട്ടുണ്ട്. CK ജാനു ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് CK ജാനു ഇന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. CK ജാനുവിനെ പോലെ വളരെ ദളിത്, പിന്നോക്ക, ആദിവാസി മേഖലയിൽ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന CK ജാനു വളരെയധികം സാമൂഹ്യ പിന്നോക്ക അവസ്ഥ പരിഹരിക്കുന്നതിന് ദീർഘകാലത്തെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നു. അപ്പോൾ ഞങ്ങളത് ഇന്നലെ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഒരു യോഗം, അനൗപചാരികമായ യോഗം ചേർന്നു ലിസ്റ്റുകൾ പരിശോധിച്ചു.
11-ാം തീയതി ഔപചാരികമായിട്ടുള്ള ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗമാണ്. അതിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഈ എൻഡിഎയുടെ സീറ്റുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ടോ? ആരെ? യോഗം തൃശ്ശൂർ. എൻഡിഎയുടെ സീറ്റുള്ള ചർച്ചകൾ പൂർത്തിയായി. എൻ ഡി ആയിട്ടുള്ള ചർച്ചകള് BDJS-മായി ഇന്നലെ വിശദമായിട്ടുള്ള ചർച്ച നടന്നു. കേരള കോൺഗ്രസ് അതുപോലുള്ള കക്ഷികളുമായിട്ട് ഇന്നും നാളെയുമായിട്ട് ഞങ്ങൾ എല്ലാം പറയാം. സുരേഷ് ഗോപി മത്സരിക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പ്രസിഡന്റ് പോകുന്നില്ലാണോ? തീരുമാനിച്ചിട്ടില്ല. മാനിഫെസ്റ്റോ അതിന്റെ ഒരു അവസാന ഭാഗത്താണ്. കുറച്ചുകൂടി വ്യക്തികളിൽ നിന്ന് നമുക്ക് ജനങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടാനുണ്ട്. മാനിഫെസ്റ്റോ സ്ഥാനാർത്ഥി നിർണയവും നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷമാണ് എല്ലാ പാർട്ടികളും ചെയ്യുന്നത്. പാർട്ടി നടത്തിയ വിജയയാത്രയുടെ സമാപന വേദിയിൽ സുരേഷ് ഗോപി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരക്കോ ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ ഇല്ലാത്ത എഴുതാത്തൊക്കെ വായിക്കുന്നു. സുരേഷ് ഗോപി എല്ലാ കാലത്തും അദ്ദേഹം ഒരു ദൈനംദിന പൊളിറ്റീഷ്യനാണ്. ഇത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർലമെന്റ് സെഷൻ നടക്കുന്നു, അദ്ദേഹത്തിന് പാർലമെന്റിൽ പോകണം. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമയമുണ്ട്. എങ്കിലും അദ്ദേഹം ധാരാളം സമയം ധാരാളമായിട്ട് പാർട്ടിക്ക് വേണ്ടി തരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അദ്ദേഹത്തോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു. മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട അഭ്യർത്ഥിച്ച സ്ഥലത്തെല്ലാം അദ്ദേഹം ക്യാമ്പയിൻ ചെയ്തു. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും അത് പരിഗണിക്കും. BJP എപ്പോഴും അത്തരം വ്യക്തികൾക്ക്, പ്രമുഖരായിട്ടുള്ള സമൂഹത്തിലെ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും മാത്രം സ്വീകരിക്കുന്ന ലൈനാണ്. ഞങ്ങൾ അത്തരം E. ശ്രീധരൻജി വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ. ഡോക്ടർ ജേക്കബ് തോമസ് വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ. നേരത്തെ സുരേഷ് ഗോപി വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ. അബ്ദുള്ള കുട്ടി വന്നു, ഞങ്ങൾ അദ്ദേഹത്തെ മുന്നിൽ. പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ രാഷ്ട്രീയത്തിൽ മുമ്പിൽ നിർത്താനാണ് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ പറയുന്നത് പോലെയല്ല. ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരുടെ സേവനം പാർട്ടിക്കും സമൂഹത്തിനും ആവശ്യമുണ്ടെന്നുള്ള തോന്നലുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന T20-യുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിൽ ശ്രീനിവാസ പറഞ്ഞു ജേക്കബ് തോമസും സെൻകുമാറും ഒക്കെ അങ്ങോട്ടേക്കായിരുന്നു പോയിരുന്നത്. അല്ല, അത് ആഗ്രഹം, ജനങ്ങളുടെ ആഗ്രഹമാണ്. ജേക്കബ് തോമസും സെൻകുമാറും അതേപോലെ E. ശ്രീധരൻജിയൊക്കെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഒരു തേർഡ് ഫോഴ്സ് ആണ് അവരാഗ്രഹിക്കുന്നുണ്ട്. LDF-ഉം UDF അല്ലാത്ത ഒരു ടീം എന്നുള്ള നിലയിലാണ് അവർ വരുന്നത്. അപ്പൊ ഒരു മൂന്നാമത്തെ ശബ്ദമായിട്ട് ഞങ്ങളെ കൂടെ വരുന്നവരൊക്കെ പബ്ലിക് ആഗ്രഹിക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് വെറുതെ അല്ലല്ലോ. പിന്നെ ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചിട്ട് അദ്ദേഹം വളരെ അടുത്തെത്തി. പാർട്ടി സുരേഷ് ഗോപി എന്ന തിരുവനന്തപുരം ജില്ലയിലാണ് തൃശ്ശൂരാണ്. അല്ല, അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ പാർലമെന്റിൽ കൊടുത്ത് മാത്രമേ വി. മുരളീധരൻജി ആയാലും സുരേഷ് ഗോപിജി ആയാലും എല്ലാവരും അതിന്റെ അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് സെൻട്രൽ പാർലമെന്റിൽ പോകണം. എനിക്കോ അതിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിന് അധികാരം. ഞങ്ങൾക്ക് ഇതെല്ലാം പ്രൊപ്പോസലായിട്ട് അവിടെ നൽകാൻ മാത്രമേ അറിയാവൂ. അല്ല, ഇവരൊക്കെ പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ്. പ്രവർത്തകരെ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ. പ്രവർത്തകർ ആഗ്രഹിക്കുന്നു സുരേഷ് ഗോപി, മുരളിയേട്ടൻ, അങ്ങനത്തെ നേതാക്കളെല്ലാം കുമ്മനം, അത് ആൾക്കാരൊക്കെ മത്സരിക്കുന്നത് പ്രവർത്തകരുടെ ആഗ്രഹമാണ്. അത് നാച്ചുറലായിട്ട് പ്രവർത്തകർ നിങ്ങളോട് പറയുന്നുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ മഞ്ചേശ്വരം എത്താനും നമ്മൾ ചെയ്യുന്നത്. ഓരോരോ മണ്ഡലങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് പണ്ടത്തെ BJP ചിന്തിച്ചിട്ടുണ്ടാണ്. അങ്ങനെയല്ല, വലിയ സംഖ്യയിൽ ചോദിക്കും. ഒരു സീറ്റ് ചെയ്യുമോ അങ്ങനെ ചോദിക്കും. സ്ത്രീകളുടെ നല്ല ശതമാനം സ്ത്രീകളെ 11 പേരാണ് ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഈ സ്ത്രീകൾക്കും അവശര പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ കൊടുക്കുന്നത് BJP. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നത്. പിന്നെ എന്താ നിങ്ങൾ ഞങ്ങളെ പാർട്ടി ഇത്ര ചെറുതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ കണക്കാക്കില്ല. ഞങ്ങളെ പാർട്ടിക്കകത്ത് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. താങ്ക് യു.